വെൽക്കം ബാക്ക് ടു മൈ സെഷൻ. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് പറയുന്നത് +2 ഡിഗ്രി PG അതേപോലെ തന്നെ PhD കഴിഞ്ഞ ആളുകൾ വരെ ഒരു ജോബ് കിട്ടുന്നതിന് വേണ്ടി അടുത്തായിട്ട് ഏത് കോഴ്സ് ചെയ്യണം എന്നുള്ളൊരു അന്വേഷണത്തിലായിരിക്കും. അതേപോലെ തന്നെ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന ജോലിയിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുകൊണ്ട് ആ ഒരു മേഖല മാറാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അനുയോജ്യമായ ഒരു കരിയർ അല്ലെങ്കിൽ ഒരു കോഴ്സ് നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം, അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സിമ്പിൾ ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾ മനസ്സിലായിക്കൊണ്ട് ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു കരിയർ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു കരിയർ ചൂസ് ചെയ്തുകൊണ്ട് മികച്ച ഒരു ജീവിത വിജയം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ഒരു കോഴ്സ് അല്ലെങ്കിൽ കരിയറൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നിർബന്ധമായും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പേഴ്സണാലിറ്റി അതേപോലെ നമ്മുടെ താല്പര്യം ഇതിനനുസരിച്ചുള്ള ഒരു മേഖല ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ സാധാരണ പേരൻസിന്റെ താല്പര്യങ്ങൾ കുട്ടികളുടെ മേത്ത് അടിച്ചേൽപ്പിക്കുന്നതാണ് നമ്മൾ കാണാറുള്ളത്. അതേപോലെ തന്നെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൂടെ പഠിക്കുന്ന കുട്ടികൾ ഇവർ പറയുന്നതിനനുസരിച്ചിട്ടാണ് ഒരു കുട്ടി ഒരു കോഴ്സ് ചൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു കോഴ്സ് പഠിച്ച് വീണ്ടും അടുത്ത കോഴ്സ് പഠിച്ച് വീണ്ടും അടുത്ത കോഴ്സ് പഠിച്ച് അങ്ങനെ ഒരു 3 കോഴ്സൊക്കെ പഠിച്ചതിന് ശേഷമാണ് ആ കുട്ടിക്ക് അനുയോജ്യമായ ഒരു കരിയറിലേക്ക് എത്തപ്പെടുന്നത്. അപ്പോൾ അവർക്ക് പണം മാത്രമല്ല അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വർഷങ്ങളും ഇതിലൂടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് ഒരു കരിയർ കൺസൾട്ടന്റിനെ നിങ്ങൾ സമീപിക്കുകയാണെങ്കിൽ ഒരു അഭിരുചി ടെസ്റ്റിലൂടെ നിങ്ങളുടെ കഴിവ് ഏത് മേഖലയിലാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം നിങ്ങളുടെ പേഴ്സണാലിറ്റി അനുസരിച്ചുള്ള ഒരു ജോബ് അല്ലെങ്കിൽ ഒരു കോഴ്സ് ആ ഒരു മേഖലയെ നിങ്ങൾ ചൂസ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിലവിൽ ഇൻഹൗസും അതേപോലെ ഔട്ട്സൈഡ് ജോബുകളും നിലവിലുണ്ട്. അതായത് ഇപ്പോൾ ആളുകളുമായി കൂടിച്ചേർന്ന് വർക്ക് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റാവുന്ന ജോബുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് അങ്ങനെയുള്ള ഒരു കോഴ്സുകൾ പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. നന്നായിട്ടൊക്കെ പ്രസന്റേഷൻസ് ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാവുന്ന ആളുകൾക്ക് പറ്റുന്ന മേഖലയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നന്നായിട്ട് ഡിസൈനിങ് ഒക്കെ ചെയ്യാൻ പറ്റാവുന്ന ആളുകൾക്ക് പറ്റുന്ന ഒരു മേഖലയാണ് അനിമേഷൻ എന്ന് പറയുന്നത്. അപ്പം നന്നായിട്ട് സംസാരിക്കുക, ഒരു കാര്യം ആളുകളെ കൺവിൻസ് ചെയ്യാൻ പറ്റാവുന്ന ആളുകൾക്ക് പറ്റുന്ന ഒരു മേഖലയാണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനും അതുപോലെ നിങ്ങളുടെ പേഴ്സണാലിറ്റിക്കും അനുസരിച്ചുള്ള ഒരു മേഖല നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം നോക്കാം. ഒരു കരിയർ അല്ലെങ്കിൽ കോഴ്സൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നിർബന്ധമായും ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്കോപ്പാണ്. സാധാരണ ഈ ഒരു കാര്യം മാത്രമാണ് എല്ലാവരും നോക്കാറുള്ളത്. അപ്പോൾ സ്കോപ്പും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിലവിൽ 15 വർഷങ്ങൾക്ക് മുന്നുണ്ടായിരുന്ന പല കോഴ്സുകളൊന്നും നിലവിലില്ല. അതേപോലെ ഇന്ന് നിലവിലുള്ള പല കോഴ്സുകളും 15 വർഷം കഴിഞ്ഞാൽ ഉണ്ടാവുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ മേഖല 15 വർഷം കഴിഞ്ഞാലും നിലനിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു മേഖല ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ ട്രാവൽ ആൻഡ് ടൂറിസം നമുക്ക് വിശ്വസിച്ചെടുക്കാവുന്ന ഒരു മേഖലയാണ്. ഇപ്പോൾ ഒരു 10-15 വർഷങ്ങൾക്ക് മുന്നേ ഒരു 100 എയർപോർട്ട് ഉണ്ടായിരുന്ന ഇന്ത്യയിൽ ഇപ്പോൾ 2025 എത്തുമ്പോഴേക്കും 300ഓളം എയർപോർട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മേഖലയിൽ വന്ന വളരെ വലിയ രീതിയിലുള്ള ഒരു വളർച്ചയാണ്. അതേപോലെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതേപോലെ IT സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഇതൊക്കെ എല്ലായ്പ്പോഴും നിലനിൽക്കുന്ന മേഖലയാണ്. അപ്പോൾ അതേപോലെ ഒരു 10-15 വർഷം കഴിഞ്ഞാലും നമുക്ക് നിലനിൽക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു മേഖല ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ നിർബന്ധമായി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കേഷനാണ്. കാരണം നിങ്ങൾ പഠിക്കുന്ന ഒരു അക്കാഡമി അല്ലെങ്കിൽ ആ ഒരു കോളേജ് നിങ്ങൾക്ക് തരുന്ന സർട്ടിഫിക്കേഷൻ ഒരു അംഗീകാരമുള്ള സർട്ടിഫിക്കേഷൻ ആണ് നിങ്ങൾ ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. ഉദാഹരണമാണെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് നിന്നാണ് ഞാനിത് പറയുന്നത്. ഇപ്പോൾ എൻ്റെ 2 സുഹൃത്തുക്കൾ ബാംഗ്ലൂർ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 വർഷത്തിന് ശേഷമാണ് അറിയുന്നത് അവർ പഠിക്കുന്ന ആ ഒരു കോഴ്സിന് ആ കോളേജിൽ അംഗീകാരമില്ല എന്നുള്ളത്. അപ്പോൾ ഇതിലൂടെ അവരെ വിലപ്പെട്ട പണം മാത്രമല്ല അവരെ വർഷവും ഇതിലൂടെ അവർക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ആ കോളേജ് നമുക്ക് തരുന്ന സർട്ടിഫിക്കേഷൻ അത് UGCയിൽ റെക്കഗ്നൈസ് ചെയ്ത ഒരു കോഴ്സാണോ നമ്മൾ ഉറപ്പുവരുത്തുക. യൂണിയൻ ഗ്രാന്റ് കമ്മീഷൻ അംഗീകാരം കൊടുത്തിട്ടുള്ള ഒരു കോഴ്സാണോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ആ കോളേജിൽ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു അക്കാഡമിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ അക്കാഡമിക് സർട്ടിഫിക്കേഷൻ അതൊരു വാലിഡ് സർട്ടിഫിക്കേഷൻ ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ അക്ബർ അക്കാഡമി കൊടുക്കുന്നത് ആയാട്ട സർട്ടിഫിക്കേഷനാണ്. ഇത് ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും വാലിഡ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കേഷനാണ്. വിശ്വസിച്ച് ചെയ്യാൻ പറ്റാവുന്ന ഒരു സർട്ടിഫിക്കേഷനാണ്. ഇങ്ങനെ വിശ്വസിച്ച് ചെയ്യാൻ പറ്റാവുന്ന സർട്ടിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി ഒരു കോഴ്സൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നിർബന്ധമായും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന ഒരു അക്കാഡമി അല്ലെങ്കിൽ കോളേജ്
ഒരു സ്റ്റാൻഡേർഡ് ആൻഡ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നൊരു സ്ഥാപനമാണെന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ പഠിക്കുന്നത് എവിടെ എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നല്ലൊരു പ്രൊഫഷണൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ഒരു അക്കാഡമി ആണ് നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ജോലിയിലേക്ക് നമുക്ക് എത്തപ്പെടാൻ സാധിക്കുകയുള്ളൂ. എത്രത്തോളം വർഷമായിട്ട് ഈ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്രത്തോളം കുട്ടികളോട് പഠിച്ചിറങ്ങിയിട്ടുണ്ട്, എത്രത്തോളം കുട്ടികൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ നിർബന്ധമായും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് ടിപ്സുകളാണ് ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ താല്പര്യം, അതേപോലെ പേഴ്സണാലിറ്റി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്കോപ്പാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ, നമ്മൾ ചെയ്യുന്ന സർട്ടിഫിക്കേഷൻ വാലിഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ആൻഡ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ കരിയർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു കരിയർ നിങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് മികച്ച ഒരു ജീവിത വിജയം അതിലൂടെ നിങ്ങൾക്ക് നേടാൻ കഴിയും. അപ്പോൾ ഇത്രയും ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. ഈ അടുത്തൊരു സെഷനിൽ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.